ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അഡീനിയം റീപോട്ടിംഗ് ആണ് കേട്ടോ. നല്ല മഴയായ കാരണം ഈ അഡീനിയം ഫുള്ള് ഞാൻ മഴയത്ത് തന്നെയാണ് വെച്ചിരുന്നത്. ഷെയ്ഡിലോട്ടൊന്നും മാറ്റിയില്ല. അത്യാവശ്യം മദർ പ്ലാന്റ് ആവാറാവുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാഡക്സും ഇതിൻ്റെ റൂട്ടും നല്ല സ്ട്രോങ് ആയ കാരണം തന്നെ ഞാനിത് മഴയത്ത് നിന്ന് മാറ്റിയില്ല. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഫുള്ള് മഴയും കൊണ്ടിട്ട് ഇതിൻ്റെ ലീഫും എല്ലാം ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീപോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അഡീനിയം റീപോട്ടിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. അഡീനിയം റീപോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്തെല്ലാം പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്താണ് റീപോട്ടിങ് ചെയ്യുന്നതെന്നും റീപോട്ടിങ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ള അഡീനിയം കളക്ഷനാണ് ഇതെല്ലാം. പല പല കളറിൽ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ്സാണ് കേട്ടോ ഈ അഡീനിയം. പിന്നെ നമ്മുടെ മരുഭൂമിയിലൊക്കെ വളരുന്ന ഒരു ചെടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി വെള്ളമൊന്നും വേണ്ട. 1-2 ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത്. നല്ലപോലെ സൂര്യപ്രകാശത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചാലാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. നല്ല മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം എടുത്ത് ഷെയ്ഡിലാണ് വെക്കാറുള്ളത്. ഈ തവണ ഞാനിത് മഴയത്ത് തന്നെയാണ് കേട്ടോ വെച്ചത്. കാരണം ഞാനിതിൽ പോട്ടിംഗ് മിക്സിൻ്റെ കൂടെ കൂടുതലും മണലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിതൊന്ന് മഴയത്ത് വെച്ച് നോക്കിയതാണ്. റൂട്ടിനോ കോഡക്സിനോ ഒരു കുഴപ്പം തന്നെ സംഭവിച്ചില്ല കേട്ടോ. നല്ല ഫ്രഷായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ചിരുന്നത് റൂട്ടിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ്. പക്ഷേ ഒരു കുഴപ്പവും ഉണ്ടായില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ അത് വളർന്ന് റൂട്ടൊക്കെ നല്ലപോലെ ഇറങ്ങി ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടി. അപ്പോൾ ഞാനിത് ഫുള്ളും ഒന്ന് എടുത്തിട്ട് ഫുള്ളും ക്ലീൻ ചെയ്തിട്ടാണ് ഇത് നടാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ പ്ലാന്റ്സ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മഴയത്ത് വെക്കാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത്. ചെറിയ പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയ്ഡിലോട്ട് തന്നെ എടുത്ത് വെക്കണം. ഒരുപാട് മഴയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാഡക്സ് ഇങ്ങനെ ഞെങ്ങിയിട്ട് അതിൻ്റെ റൂട്ടിനൊക്കെ ചീയൽ പറ്റിയിട്ട് ഈ പ്ലാന്റ്സ് നശിച്ചൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റോട് കൂടി തന്നെ കിട്ടുന്ന ഒരു പ്ലാന്റ്സാണ് കേട്ടോ. നല്ല ബോൺസായി രൂപത്തിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കിത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ പ്ലാന്റ്സിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിത് ഇവിടെ ബോൺസായി ചട്ടിയിൽ ബോൺസായി പോലെയാണ് കേട്ടോ വളർത്തുന്നത്. അത്യാവശ്യം നല്ല കോഡക്സിന് നല്ല കട്ടിയായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന നല്ലൊരു പ്ലാന്റ്സ് കൂടിയാണ് ഈ ഒരു അഡീനിയം എന്ന് പറഞ്ഞൊരു പ്ലാന്റ്സ്. പിന്നെ നമ്മൾ ഈ അഡീനിയം വളർത്തുന്നവരുടെ വീട്ടിൽ എപ്പോഴും സാഫ് എന്നൊരു ഫംഗിസൈഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതെല്ലാവരുടെയും കയ്യിലുള്ളത് നല്ലതായിരിക്കും. കാരണം ഇതിന് വല്ല മുറിവുകളോ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീച്ചിൽ രോഗമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചീഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് നമ്മൾ കുറച്ച് വെള്ളത്തിലൊഴിച്ച് ഇങ്ങനെ ചാലിച്ച് അത് തേച്ച് കൊടുത്തിട്ട് 2-3 ദിവസം വെച്ചിട്ട് നടുകയാണെങ്കിൽ അത് നല്ലപോലെ റൂട്ടൊക്കെ വന്ന് ആ പ്ലാന്റ്സ് നശിച്ചു പോകാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ അഡീനിയം വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ റൂട്ടിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കാഡക്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അത് പൊക്കി തന്നെ എടുത്ത് നോക്കണം. ഈ പ്ലാന്റ്സ് പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല. ഇത് നമ്മൾ എന്തെങ്കിലും പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. നമ്മൾ ഇടയ്ക്കൊക്കെ പോയി നോക്കണം. അപ്പോൾ അതിൻ്റെ കാഡക്സ് ഞെങ്ങുന്നുണ്ടോ, അതിനെന്തെങ്കിലും വളർച്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാന്റ്സ് അങ്ങനെ തന്നെ ഇങ്ങോട്ട് പൊക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിത് ഫംഗിസൈഡ് തേച്ച് കൊടുത്തിട്ട് 2-3 ദിവസം നമ്മളിത് പുറത്ത് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വന്നോളും. ഈ അഡീനിയത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയാനായിട്ട് ഈ കാഡക്സ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല ബൾബ് പോലെ പല പല ഷേപ്പുകളാൽ ഇത് വരും. അത്യാവശ്യം നല്ല റേറ്റോട് കൂടി തന്നെ നമുക്കിത് മേടിക്കാൻ കിട്ടുള്ളൂ. എല്ലാ കളറിലുള്ള ഫ്ലവേഴ്സും ഉണ്ടാവും കേട്ടോ. ഒരുപാട് കളക്ഷനിൽ ഇത് ഇറങ്ങുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ അഡീനിയം പോട്ട് വാങ്ങിയിട്ട് ഈ പ്ലാന്റ്സ് നടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഗാർഡനിങ് ഇഷ്ടമുള്ള എല്ലാവരും തന്നെ ഈ ഒരു പ്ലാന്റ്സ് മേടിച്ച് വെച്ച് വളർത്താൻ ശ്രദ്ധിക്കുക. നല്ലൊരു പ്ലാന്റ്സാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ അഡീനിയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അതായത് ഇത് സീഡ് പാകുന്ന രീതിയും ഇത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇത് പോട്ട് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ കാഡക്സ് വലിപ്പം വയ്ക്കാൻ എന്തെല്ലാം ചെയ്യണമെന്നും ഇത് നിറച്ചും
പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വളം ഇട്ട് കൊടുക്കുന്നതെന്നും ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാവരുടെയും ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ അഡീനിയം പ്ലാന്റ്സും ഞാൻ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അഡീനിയം ബോൺസായി പ്ലാന്റ്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെളിയും എല്ലാം കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഞാനിത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് റീപോർട്ടിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചില സ്ഥലത്തൊക്കെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കുറച്ച് പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് നശിച്ചൊന്നും പോകത്തില്ല. അവിടെയൊക്കെ നമുക്ക് ആ ഫംഗിസൈഡ് തേച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതൊന്ന് ഉണക്കാൻ വെക്കണം. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ റീപോർട്ടിങ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഞാൻ ഈ ചട്ടിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പ്ലാന്റ്സ് എല്ലാം ക്ലീൻ ചെയ്തു. അപ്പം ഇനി ഈ ചട്ടിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നടുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഇരുന്നോളും. മഴയൊക്കെ പെയ്ത കാരണം ആകെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ അഡീനിയം ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ അതിൻ്റെ ജലാംശം എല്ലാം പറ്റി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമുക്കിത് നടാൻ പറ്റുള്ളൂ. നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയത്. അപ്പോൾ അതിനകത്ത് ജലാംശം ഒന്നും തന്നെ നിൽക്കാൻ പാടില്ല. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ തൊലി പോയിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. ഇനി നമ്മളിത് ഫംഗിസൈഡ് വെള്ളത്തിലാണ് മുക്കാൻ പോകുന്നത്. എന്നിട്ടാണ് ഇത് നടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരു കേടുപാടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഡീനിയം റീപോർട്ടിങ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് നശിച്ചു പോകാതെ തന്നെ നല്ല രീതിയിൽ തന്നെ വളർന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഒരു ചെരുവത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും ഫംഗിസൈഡ് മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അഡീനിയം എടുത്ത് അതിൻ്റെ കോഡക്സൊക്കെ നല്ല രീതിയിൽ മുങ്ങാൻ പാകത്തിന് ഫുള്ളായിട്ട് ഇതൊന്ന് അതിനകത്ത് മുക്കിയെടുക്കാം. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ തൊലി പോയിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഫംഗിസൈഡിൽ മുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നമ്മളത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും അതിൻ്റെ തൊലി അവിടെ ഇവിടെയൊക്കെ പോകും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ ഫംഗിസൈഡ് വെള്ളത്തിൽ മുക്കിയാൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. എല്ലാവരും ചെയ്യുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ ഗ്ലൗസ് ഇടാതെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ചാരി വെച്ചാൽ മതി. എല്ലാം ഒന്ന് ഇതുപോലെ മുക്കിയെടുക്കാം നമുക്ക്.
അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സൊക്കെ നശിച്ചു പോകാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാം ഞാൻ ഫംഗിസൈഡിൽ മുക്കിയത് അതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുക്കണ്ടേന്ന് നോക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത് മണലാണ്. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് കേട്ടോ. വെജിറ്റബിളും മുട്ടയുടെ തൊണ്ടും പഴത്തൊലിയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ടാക്കിയതാണ്. കൂടുതൽ എടുത്തിരിക്കുന്നത് മണൽ. പിന്നെ ഞാൻ മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടി. ഇത്രയും കൂട്ടിട്ടിട്ടാണ് കേട്ടോ ഞാനിവിടെ റീപോട്ടിങ് ചെയ്യുന്നത്. ഇത്രയും പോട്ടിൻ മിക്സ് മതി. ഇനി നമുക്ക് വേണമെങ്കിൽ എല്ലുപൊടിയൊക്കെ ചേർക്കാം. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇത്രയാണ്. ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ബോൺസായി ചട്ടിയുടെ അടിയിൽ നല്ലൊരു ഹോൾ ഉണ്ടാവണം. കാരണം ഇതിൽ ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇതിൻ്റെ റൂട്ടും ഇതിൻ്റെ ക്യാഡക്സിനും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കണമെങ്കിൽ നമുക്ക് പോട്ടിൽ നല്ലൊരു ഹോള് തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അഡീനിയം പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പോട്ടിൻ മിക്സ് ആട്ടോ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് എല്ലുപൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലുപൊടി പിന്നീടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കാരണം ഞാൻ എല്ലുപൊടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. നമുക്കിനി ഇത് ഫ്ലവറിങ് ഉണ്ടാവാനും ഇതിൻ്റെ വളർച്ചയുടെ സഹായത്തിനൊക്കെ വേണ്ടി ഇനിയും ഇതിനകത്തേക്ക് വളം ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പോട്ടിൻ മിക്സാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇത്രയും തന്നെ മതി. നമ്മൾ മണ്ണ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒട്ടിപ്പിടിക്കുന്ന മണ്ണ് പാടില്ല. വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണായിരിക്കണം. മണൽ കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിവിടെ പോട്ടിങ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇനി ഞാൻ ഈ ചട്ടി എടുത്തിട്ട് അതിൻ്റെ ഹോള് നമ്മൾ ഒരു കല്ലോ അല്ലെങ്കിൽ ഓടും കഷ്ണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടയ്ക്കണം. എന്നിട്ട് ഞാനിവിടെ ചരലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏറ്റവും അടിയിൽ നമുക്ക് ചരലിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ അഡീനിയത്തിൻ്റെ വേരിറങ്ങിയിട്ട് അത് വളരാനും എല്ലാത്തിനും നല്ലത് നമ്മൾ ചരൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് ഇതിൻ്റെ മേളിലാണ് നമ്മൾ പോട്ടിൻ മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അഡീനിയം നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണായിരിക്കണം. അതിൽ നമ്മൾ കൂടുതലും മണൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയാണ് കേട്ടോ നടുന്നത്. പിന്നെ നമ്മൾ ആ കോഡെക്സ് പോലത്തെ ആ ഒരു ബൾബ് പോലെയുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അത് മുകളിലോട്ട് വരാൻ ശ്രദ്ധിക്കുക. എന്നാലാണത് ബോൺസായി പോലെ പോട്ടിൽ നല്ല ഭംഗിയിലിരിക്കുകയുള്ളൂ. ആ വേരുഭാഗം മാത്രം അടിയിലോട്ട് പോയാൽ മതി. അപ്പം ഞാനിവിടെ പോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതുപോലെ അഡീനിയം പോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡീനിയൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്തോളും. നല്ല ബോൺസായി പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഇരുന്നോളും. അപ്പം നമ്മുടെ ഗാർഡനിലൊക്കെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ അഡീനിയം ഫുള്ള് ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ.
അപ്പം ഞാൻ എൻ്റെ അഡീനിയം ബോൺസായി ഫുള്ളും റീപോട്ടിങ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പോട്ടിൻ മിക്സായിട്ട് ഇതുപോലത്തെ മണ്ണ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡീനിയം നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നോളും. അതിൻ്റെ കോഡെക്സും അതിൻ്റെ വേരിറങ്ങാനും വെള്ളം പോകാനുമൊക്കെയുള്ള നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ തന്നെ നമുക്ക് ഈ അഡീനിയം നശിച്ചു പോകാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പം ഞാനിവിടെ അഡീനിയം പോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.